Very good morning to one and all, and warm welcome to our 15th online class. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ലെജിസ്ലേറ്റീവ് ഫ്രെയിംവർക്ക് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ഇൻ്റർനാഷണൽ പെർസ്പെക്റ്റീവ്. ഒരു ഇൻ്റർനാഷണൽ പെർസ്പെക്റ്റീവിൽ ഈ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നതിൻ്റെ ലെജിസ്ലേറ്റീവ് ഫ്രെയിംവർക്ക് എങ്ങനെയൊക്കെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്കഷനാണ്. ഇത് ഒരു സെഷനോട് തീരില്ല, 2 സെഷനോട് മാത്രമേ തീരുള്ളൂ. ഇന്നൊരു 3 ഏരിയ ആണ് ഞാൻ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഫസ്റ്റ് പ്ലേസാണ് UK എന്ന് പറയുന്നത്. അപ്പോൾ UKയിലുള്ള കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഇൻ ദ കേസ് ഓഫ് UK, ദ റെഗുലേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് ഈസ് ഡൺ ത്രൂ എ സീരീസ് ഓഫ് ലെജിസ്ലേറ്റീവ് ടെക്സ്റ്റ് ആൻഡ് ഓർഡേഴ്സ്. ഒരു സീരീസ് തന്നെയാണെന്നാണ് പറയുന്നത്. അതായത് ലെജിസ്ലേറ്റീവ് ടെക്സ്റ്റ് അല്ലെങ്കിൽ ഓർഡേഴ്സ് എന്ന് പറയുന്നത് റെഗുലേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസിൽ UK ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുന്നത് ഒരു സീരീസ് ആയിട്ട് തന്നെയാണ്. The Industrial Revolution took its beginning in the UK more than 250 years ago, and UK is a country with a significant history in business activities. Business activities in ഒരു കാറ്റഗറിയിൽ എടുത്തു നോക്കുകയാണെങ്കിൽ UKക്ക് വളരെയധികം ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് വന്നിട്ടുള്ളത്. അതായത് 250 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ബിസിനസ് ആക്ടിവിറ്റീസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് തന്നെയാണ് UK പ്ലേ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. For this reason, the legislator pays a significant attention to the development of the appropriate legal framework for the regulation of the various aspects of corporate governance. അപ്പോൾ 250 കൊല്ലം മുമ്പ് തന്നെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഒരു ബിസിനസ് ആക്ടിവിറ്റീസിൽ നടന്നിട്ടുള്ളൊരു സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് റിസർച്ച് തന്നെ അവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ലെജിസ്ലേറ്റർ എന്നുള്ളൊരു കാറ്റഗറിയിൽ നിന്നുകൊണ്ട് നോക്കുകയാണെങ്കിൽ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഒരു ഫ്രെയിംവർക്ക് തന്നെ വളരെയധികം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് തന്നെ എവിടെ റിസർച്ച് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ UKയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. However, British statute law is virtually silent on how corporations are to be organized, since the corporation is regarded as the creation of private contract. ഇവിടെ ബ്രിട്ടീഷ് സ്റ്റാറ്റ്യൂട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഒരു റെഗുലേഷൻ അത് കാര്യമായിട്ടൊന്നും ഒരു കോർപ്പറേഷൻ്റെ ബേസ് ചെയ്തിട്ട് വരുന്നില്ല. ഒരു കോർപ്പറേഷൻ്റെ ഓർഗനൈസിൻ്റെ ബേസിസിൽ നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷ് സ്റ്റാറ്റ്യൂട്ട് പ്രകാരം ഒരു പ്രത്യേകിച്ചൊരു ലോ സപ്പോർട്ടിങ് എന്ന് പറയുന്നത് ഇല്ല എന്ന് പറയാം. അതേസമയം ഒരു കോർപ്പറേഷൻ എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് കോൺട്രാക്റ്റിൻ്റെ ബേസിസിലാണ് എല്ലാ കോർപ്പറേഷൻസും റെഗുലേറ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഓഫ് ദ above fact, additional legislative texts have been introduced and applied in order to support the effective regulation of all corporate governance in UK firms. അതുകൊണ്ട് UK based ആയിട്ടുള്ള കോർപ്പറേറ്റ് ഗവേണൻസിൽ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയുള്ളതാണ്? അഡീഷണൽ ആയിട്ടുള്ള ലെജിസ്ലേറ്റീവ് ടെക്സ്റ്റുകൾ ഓരോ ഓർഗനൈസേഷനും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഈ അഡീഷണൽ ആയിട്ടുള്ള ലെജിസ്ലേറ്റീവ് ടെക്സ്റ്റുകളാണ് ഒരു ഇഫക്റ്റീവ്നെസ് ഇവിടെ സപ്പോർട്ടിംഗ് ആയിട്ട് ഓരോ UK ഫേമുകൾക്കും കൊടുക്കുന്നത്. However, it could be noticed that the UK statute recognizes to the board of directors right to decide on the firm's corporate governance. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ബ്രിട്ടീഷ് സ്റ്റാറ്റ്യൂട്ട് ലോ എന്ന് പറയുന്നത് ഓരോ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെയും റെഗുലേഷൻ എന്ന് പറയുന്നതിൽ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല. It could be noticed that the UK statute recognized to the board of directors right to decide on the firm's corporate governance. അതുകൊണ്ട് തന്നെ UK statute എന്താണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്? നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഓരോ UK ഫേമിൻ്റെയും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നവർക്ക് എന്തിനുള്ള റൈറ്റ് ഉണ്ട്? ടു ഡിസൈഡ് ഓൺ ദ ഫേംസ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഓരോ UK ഫേമിൻ്റെയും കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് എങ്ങനെ ചെയ്യണം, ഏത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് അവിടെ ഫോളോ ചെയ്യേണ്ടത്, അത് തീരുമാനിക്കാനുള്ള റൈറ്റ് ആർക്കുണ്ട്? നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഉണ്ട്.
The legal framework applied in UK regarding the corporate governance includes a variety of legislative text. നമ്മൾ നേരത്തെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലെജിസ്ലേറ്റീവ് ടെക്സ്റ്റുകളും ഡിഫറെൻ്റ് ആയിട്ടുള്ള ലെജിസ്ലേറ്റീവ് ഓർഡേഴ്സാണ് ഒരു കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്നതിനെ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഏതൊക്കെയാണ് ഈ കോർപ്പറേറ്റ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ, കോമൺ ലോ റൂൾസ്, ദാറ്റ് ഈസ് ഡയറക്ടേഴ്സ്, ഫിഡ്യൂഷ്യറി ഡ്യൂട്ടീസ്, സ്റ്റാറ്റ്യൂട്ട്, notably the Companies Act 1985, a company's constitutional documents, that is the memorandum and articles of association, the listing rules which apply to all companies that are listed on the official list, the combined code on corporate governance, non-legal guidelines issued by bodies that represent institutional investors such as the Association of British Insurers, that is ABI, Association of British Insurers, the National Association of Pension Fund, that is NAPF, and the Pension and Investment Research Consultants, PIRC. In the context of takeovers of public companies, the City Code on Takeovers and Mergers and the rules of the Takeover Panel apply. The Financial Services Authority's Code of Market Conduct, this is relating to the disclosure and use of confidential and price sensitive information and the creation of a false market. അപ്പോൾ ലെജിസ്ലേറ്റീവ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള റൂൾസ് ആൻഡ് ദ ലോസ്, അതായത് ഡയറക്ടേഴ്സിൻ്റെ ഫിഡ്യൂഷ്യറി ഡ്യൂട്ടീസ്. രണ്ടാമത് പറയുന്നത് സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് 1985 പ്രൊവിഷൻസ് ആണ്. നെക്സ്റ്റ്, എ കമ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡോക്യുമെൻ്റ് ഒരു കമ്പനിയുടെ ഏതൊക്കെയാണ്? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും. നെക്സ്റ്റ് വരുന്നത് ലിസ്റ്റിംഗ് റൂൾസ്, അതായത് ഒഫീഷ്യൽ ലിസ്റ്റുകളിൽ വരുന്ന ലിസ്റ്റിങ്ങുകൾ, അതുപോലെ തന്നെ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസ്. ദ കമ്പൈൻഡ് കോഡ് ഓൺ കോർപ്പറേറ്റ് ഗവർണൻസ്, കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ കോഡ് ഓഫ് കണ്ടക്റ്റ്. നോൺ ലീഗൽ ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ആരൊക്കെ? ABI, NAPF, PIRC. നെക്സ്റ്റ് വരുന്നത് സിറ്റി കോഡ് ഓഫ് ടേക്ക് ഓവേഴ്സിൻ്റെ കോണ്ടക്സ്റ്റ് ടേക്ക് ഓവേഴ്സ് ഓൺ പബ്ലിക് കമ്പനീസ്. അതിൽ മെർജറിങ് പെടും, ടേക്ക് ഓവർ പെടും, അതുപോലെ തന്നെ അമാൽഗമേഷൻ ഉണ്ടെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ടേക്ക് ഓവർ പാനൽ അപ്ലൈ ചെയ്യുന്ന എല്ലാ പ്രൊവിഷൻസും ഇതിൽ പെടുന്നുണ്ട്, ഈ കോണ്ടക്സ്റ്റിൽ പെടുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഫിനാൻഷ്യൽ സർവീസ് അതോറിറ്റീസ് കോഡ് ഓഫ് മാർക്കറ്റ് കണ്ടക്ട്. ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ കണ്ടക്ട് എങ്ങനെയാണ്, അത് ഫിനാൻഷ്യൽ സർവീസ് അതോറിറ്റീസ് FSA ബേസ് ചെയ്തുകൊണ്ടുള്ള ഡിസ്ക്ലോഷേഴ്സും അതുപോലെ തന്നെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള പ്രൈസ് സെൻസിറ്റീവ് ഇൻഫോർമേഷന് റിലേറ്റഡ് ആയിട്ടുള്ള ലെജിസ്ലേറ്റീവ് ടെക്സ്റ്റാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇത്രയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ലെജിസ്ലേറ്റീവ് അല്ലെങ്കിൽ ലീഗൽ ഫ്രെയിംവർക്ക് UK ഒരു കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്നത് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ലെജിസ്ലേറ്റീവ് ടെക്സ്റ്റുകൾ എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, കോർപ്പറേറ്റ് ഗവർണൻസ് ഇൻ UK ഈസ് റെഗുലേറ്റഡ് ബൈ എ സീരീസ് ഓഫ് ലീഗൽ ടെക്സ്റ്റ്, the most important of which is the combined code on corporate governance as described above. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള കമ്പൈൻഡ് കോഡ് ഓൺ കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്നതാണ് ഈ ലെജിസ്ലേറ്റീവ് ടെക്സ്റ്റ് UK നടക്കുന്ന കോർപ്പറേറ്റ് ഗവർണൻസിലെ ഏറ്റവും പോപ്പുലറും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിൽ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ ബേസിസിൽ കമ്പൈൻഡ് കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നതിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. In any case, the common law rules, the Companies Act 1985 are applied. അതോടൊപ്പം തന്നെ ജനറൽ ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് റിലേറ്റഡ് ടു എ ലോ, അതോടൊപ്പം തന്നെ ഒരു കമ്പനീസ് ആക്ട് 1985 വരുന്ന പ്രൊവിഷൻസും ഏതിൽ വരുന്നുണ്ട്? ഈ ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള ടെക്സ്റ്റിൽ വരുന്നുണ്ട്. The former are rules that can be applied in any dispute and the latter can be applied in any issue related with the business activity. ആദ്യത്തെ കേസിൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള
കോമൺ ലോ റൂൾസ് എന്ന് പറയുന്നത് ഒരു ഡിസ്പ്യൂട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മളത് ഡിസോൾവ് ചെയ്ത് കൊടുക്കുക, ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് നമ്മൾ കോമൺ ലോ റൂൾസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പറഞ്ഞത് കമ്പനീസ് ആക്ട് ആണ്. ഈ കമ്പനീസ് ആക്റ്റിൽ വരുന്നത് ഇഷ്യൂ റിലേറ്റഡ് ടു ദ ബിസിനസ് ആക്ടിവിറ്റി. ഒരു ബിസിനസ് ആക്ടിവിറ്റിയിൽ വരുന്ന എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ സോൾവ് ചെയ്തതിന് ഉപയോഗിക്കുന്ന ലോ എന്ന് പറയുന്നതാണ് കമ്പനീസ് ആക്ട് 1985. ദാറ്റ് ഈസ് നോട്ട് ഓൺലി ടു ദ കോർപ്പറേറ്റ് ഗവർണൻസ്. ഒരു കോർപ്പറേറ്റ് ഗവർണൻസ് അല്ല, ഒരു കോമൺ എൻറ്റിറ്റിയിൽ വരുന്ന ഡിസ്പ്യൂട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ കമ്പനി ലോ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ജനറലായിട്ട് അല്ലെങ്കിൽ സമ്മറൈസ് ചെയ്ത് കോർപ്പറേറ്റ് ഗവർണൻസ് ഇൻ UK എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ബ്രിട്ടീഷ് സ്റ്റാറ്റ്യൂട്ട് വരുന്നില്ല. ഇവിടെ ഫോളോ ചെയ്യുന്നത് ഒരു കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്നത് ഫോളോ ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഒരു ലെജിസ്ലേറ്റീവ് ടെക്സ്റ്റ് അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള ഒരു ഓർഡറിനെ ബേസ് ചെയ്തിട്ടാണ്. ഈ ലെജിസ്ലേറ്റീവ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ കാര്യങ്ങളാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്? കോമൺ ലോസ് ആൻഡ് റൂൾസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ട്സ്, അതായത് കമ്പനീസ് ആക്ട് 1985 സ്റ്റാറ്റ്യൂട്ട്സ് വരുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ വരുന്നുണ്ട്, ലിസ്റ്റിംഗ് റൂൾസ് എന്തൊക്കെയാണ് ഡിസ്ക്ലോഷേഴ്സ് ആവശ്യമുള്ളത്, ഒഫീഷ്യൽ ലിസ്റ്റുകൾ ഏതൊക്കെയാണ് വരുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കമ്പൈൻഡ് കോഡ് എന്ന് പറയുന്നത്, അതായത് കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത്. പിന്നെ നോൺ ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള ലീഗൽ ഗൈഡ് ലൈൻസ്, ടേക്ക് ഓവേഴ്സ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സർവീസ് അതോറിറ്റിയുടെ കോഡ് ഓഫ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇത്രയാണ് ലെജിസ്ലേറ്റീവ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ ഒരു ഇഫക്റ്റീവ്നെസ് എവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്? UK ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. യൂഷ്വലായിട്ടുള്ള പ്രോബ്ലംസ് ആണ് എന്നുണ്ടെങ്കിൽ, അതായത് ജനറൽ റൂൾസ് ആണ്, ജനറൽ ലീഗൽ ആയിട്ടുള്ള റൂൾസ് ആണ് ഫോളോ ചെയ്യുന്നത്. അതേസമയം ഒരു കമ്പനിയുടെ ഇഷ്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ള ബിസിനസ് ആക്ടിവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇനി ഇഷ്യൂസ് ആണെങ്കിൽ അവിടെ ഫോളോ ചെയ്യുന്നത് എന്താണ്? കമ്പനീസ് ആക്ട് 1985 ആണ്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് കാറ്റഗറിയിലേക്ക് പോവാം. അതായത് USA കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ലീഗൽ ഫ്രെയിംവർക്ക്. ലീഗൽ ഫ്രെയിംവർക്കിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് കോർപ്പറേറ്റ് ഗവർണൻസ് USA ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് സെക്കൻഡ് ടോപ്പിക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. In USA, there is no code for the regulation specifically of the corporate governance issues. നമ്മൾ നേരത്തെ പറഞ്ഞു ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള ടെക്സ്റ്റും ഓർഡേഴ്സാണ് UK ഫോളോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ട് ഒരു കോർപ്പറേറ്റ് ഗവർണൻസിനോട് റിലേറ്റഡ് ആയിട്ട് പറയുന്നില്ല. ഇൻസ്റ്റഡ് എ സീരീസ് ഓഫ് ലോ and court decisions can be used in order to resolve problems that are related with the corporate governance of firms operating across the country. അപ്പോൾ USA ഏതെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് ഒരു കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ റിലേറ്റഡ് ആയിട്ട് അതിൻ്റെ ഓപ്പറേഷനെ ബേസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് റിസോൾവ് ചെയ്ത് പോകുന്നത്? ഒരു സീരീസ് ഓഫ് ലോസും അല്ലെങ്കിൽ ഒരു കോർട്ട് ഡിസിഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് എല്ലാ പ്രോബ്ലംസും റിസോൾവ് ചെയ്ത് പോകുന്നത്. എനി പ്രോബ്ലംസ് റിലേറ്റഡ് ടു ദ കോർപ്പറേറ്റ് ഗവർണൻസിനോട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലം വരുന്നുണ്ടെങ്കിൽ അത് റിസോൾവ് ചെയ്യുന്നത് റെഗുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ സീരീസ് ആയിട്ടുള്ള ലോയും അതുപോലെ തന്നെ കോർട്ടിൻ്റെ ഡിസിഷനും ബേസ് ചെയ്തുകൊണ്ടാണ്. There are certain issues that are regulated directly by the law, but these are limited. പക്ഷേ ഈ സീരീസ് ഓഫ് ലോ എന്ന് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു നേച്ചർ എങ്ങനെയാണ്? ഇറ്റ് ഈസ് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സീരീസ് ഓഫ് ലോസ് മാത്രമേ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ലഭിക്കുന്നുള്ളൂ. In majority of disputes relating to corporate governance, various statutes and other legislative text can be applied. അപ്പോൾ ഓരോ കോർപ്പറേറ്റ് ഗവർണൻസിലും വരുന്ന ഇഷ്യൂസ് അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നതിൽ ഉപയോഗിക്കുന്ന റിസോൾവ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റാറ്റ്യൂട്ട്സും അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് ടെക്സ്റ്റാണ്. അപ്പോൾ ഓരോ കോർപ്പറേറ്റ് ഓർഗനൈസേഷനിലും അല്ലെങ്കിൽ ഗവേണൻസിലും വരുന്ന ഡിസ്പ്യൂട്ട്സ് സോൾവ് ചെയ്യാനായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റാറ്റ്യൂട്ട്സും ലെജിസ്ലേറ്റീവ് ടെക്സ്റ്റും തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതല്ലാതെ യൂണിഫോമലായിട്ടൊരു ലോയോ ഒരു ലെജിസ്ലേറ്റീവ് ടെക്സ്റ്റ് ഇവിടെ USA ഫോളോ ചെയ്യുന്നില്ല.
corporate governance practice in the US are not regulated by any one particular statute but instead are affected by the governing instruments, the corporate law and the court decisions of each issuer's state of incorporation, and in case of many publicly owned issuers by the US federal securities laws and requirements of the national securities market. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ബേസ്, അതാണ് ബേസിക് ആയിട്ടുള്ളൊരു കാര്യം. അതായത് കോമൺ ആയിട്ടുള്ള ഒരു ലെജിസ്ലേറ്റീവ് ടെക്സ്റ്റോ ലെജിസ്ലേറ്റീവ് ഓർഡറോ ഇല്ല. ഓരോ ഇഷ്യൂവിനെ ബേസ് ചെയ്തുകൊണ്ട് കോമൺ ആയിട്ടുള്ള ലോസും അതുപോലെ തന്നെ അത് റെഗുലറായിട്ട് ചേഞ്ച് വരുന്ന ലോസും പിന്നീട് വരുന്നത് എന്താണ്, കോർട്ട് ഓർഡേഴ്സിനെ തന്നെയാണ് ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നമ്മൾ പറയുന്നത് നോട്ട് റെഗുലേറ്റഡ് ബൈ എനി വൺ പർട്ടിക്കുലർ സ്റ്റാറ്റ്യൂട്ട്. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സ്റ്റാറ്റ്യൂട്ട് USA കേസിൽ ഇല്ല. അതിന് പകരം എന്താണുള്ളത്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗവേണിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, കോർപ്പറേറ്റ് ലോ ആൻഡ് ദ കോർട്ട് ഡിസിഷൻസ്. ഇത് മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബേസായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ്? ഗവേണിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ കോർപ്പറേറ്റ് ലോസ് ഉണ്ട്, കോർട്ട് ഡിസിഷൻസ്. ഓരോ ഇഷ്യൂവേഴ്സിൻ്റെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻകോർപ്പറേഷനിൽ വരുന്ന ഓരോ ഇഷ്യൂവേഴ്സിൻ്റെയും ബേസ് ചെയ്തിട്ടുള്ള കോർട്ട് ഡിസിഷൻസ് ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അതെങ്ങനെയുള്ളതാണ്? പബ്ലിക്കലി ഓൺഡ് ഇഷ്യൂവേഴ്സ് ആണെങ്കിൽ അതുപോലെ തന്നെ ഫെഡറൽ സെക്യൂരിറ്റീസ് ലോസും അതിൻ്റെ റിക്വയർമെൻറ്റിൻ്റെ ബേസിസിൽ ഒരു നാഷണൽ സെക്യൂരിറ്റി മാർക്കറ്റിൽ അതിൻ്റെ എന്താണ് അതിൻ്റെ റിക്വയർമെൻറ്റ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കോർട്ട് ഡിസിഷനാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. It should be noticed that corporate governance issues are likely to be regulated differently by each one of the 50 states of USA. USA-യിലുള്ള 50 ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റുകളും ഡിഫറെൻ്റ് ആയിട്ടുള്ള കോർട്ട് ഓർഡേഴ്സും കോർട്ട് ലോ ആണ് ഫോളോ ചെയ്യുന്നത്. ഒരിക്കലും എന്താ ചെയ്യുന്നില്ല, യൂണിഫോമലായിട്ടുള്ള ഒരു റൂൾ എന്ന് പറയുന്നത് USA-യിലുള്ള 50 സ്റ്റേറ്റിലും ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്ത് പറയുന്ന ഒരു കാര്യം. ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ദ Sarbanes-Oxley law, which was introduced in 2002, has been formulated in order to offer available legislative base for the regulation of various issues referring to the corporate governance of firms across USA. ഇതിന് ശേഷം 2002 വന്നപ്പോൾ ഒരു ഫോർമുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ആരാണ് ഓഫർ ചെയ്തിട്ടുള്ളത്, ഒരു അവൈലബിൾ ആയിട്ടുള്ള ഒരു ലെജിസ്ലേറ്റീവ് ബേസ് വെച്ചിട്ട് സർബനസ്-ഓക്സ്ലി ലോ എന്ന് പറയുന്ന ഒരു ലോ കൊണ്ടുവരികയും ആ ഫ്രെയിം വർക്കിൽ ഇരുന്നു കൊണ്ട് ഒരു യൂണിഫോമലായിട്ടുള്ള ഒരു ലെജിസ്ലേറ്റീവ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു റെഗുലേഷൻ എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് ഗവേണൻസിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് 2002 തുടങ്ങിയിട്ട് വന്നിട്ടുള്ളത്. Sarbanes-Oxley, which imposes tighter internal company controls, caused a rethink of corporate governance law in the UK as well. അപ്പോൾ UK-യിൽ ഉണ്ടായിരുന്ന ലെജിസ്ലേറ്റീവ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് ഓർഡർ എന്ന് പറയുന്നതിനെ ഫോളോ ചെയ്തുകൊണ്ട് USA-യിൽ 2002 സർബനസ്-ഓക്സ്ലി എന്ന് പറയുന്ന ഒരു ഇൻറ്റേർണൽ കമ്പനി കൺട്രോൾസ് ആണ് ഇവിടെ നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിച്ചത്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള 50 സ്റ്റേറ്റുകളിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള കോർട്ട് ഡിസിഷനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു കോർപ്പറേറ്റ് ഗവേണൻസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മോണിറ്ററിങ് കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു റീതിങ്കിങ് USA-കാർക്ക് വന്നതുകൊണ്ടാണ് ഈ കോർപ്പറേറ്റ് റെഗുലേഷൻസ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഗവേണൻസ് ലോസിൽ UK ചെയ്ത പോലെ ഒരു ഇൻറ്റേർണൽ കമ്പനി കൺട്രോൾ വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ സർബനസ്-ഓക്സ്ലി ഒരു റെക്കമെൻഡേഷൻ നടത്തിയിട്ടുള്ളത്. സോ ഇതിൻ്റെ ബേസിസിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? Sarbanes-Oxley Act has been introduced in order to resolve specific problems in corporate governance for firms operating in USA. The USA-യിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോർപ്പറേറ്റ് ഗവേണൻസ് ആയിട്ടുള്ള ഫേമുകളിൽ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസിന് ഈ പറയുന്ന സർബനസ്-ഓക്സ്ലി ആക്ട് പ്രകാരമുള്ള റെസല്യൂഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. Today's US corporate governance system is the best understood
as the set of fiduciary and managerial responsibilities that binds a company's management, shareholders and the board with a larger societal context defined by legal, regulatory, competitive, economic, democratic, ethical and other societal forces. ഇപ്പോൾ ഈ സർബനസ്-ഓക്സൽ ആക്ട് വന്നതോടുകൂടി US കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് ഏറ്റവും അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഫിഡ്യൂഷറി മാനേജറിയൽ റെസ്പോൺസിബിലിറ്റീസിനെ ബൈൻഡ് ചെയ്യുകയും ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സ് ഒരു ലാർജർ എക്സ്റ്റെൻറ്റ് അല്ലെങ്കിൽ സൊസൈറ്റി കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ലീഗലായിട്ടും അതുപോലെ തന്നെ റെഗുലറായിട്ടും ഒരു റെഗുലാരിറ്റിയുടെ ബേസിസിലും കോമ്പറ്റേറ്റീവ് ബേസിസിലും എക്കണോമിക്, ഡെമോക്രാറ്റിക്, എത്തിക്കൽ, സൊസൈറ്റൽ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടും വളരെയധികം ബൈൻഡ് ഒരുപോലെ ഒരു ഫ്രെയിം വർക്കിൻ്റെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്യുന്ന ഒരു ഗവേണൻസ് ആയിട്ട് മാറി എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർബനസ്-ഓക്സ്ലി ആക്ട് പ്രകാരം US കോർപ്പറേറ്റ് ഗവേണൻസിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത് ഒരു ഫിഡ്യൂഷറി ആയിട്ട് അല്ലെങ്കിൽ ഒരു മാനേജറിയലായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി കോർപ്പറേറ്റ് ഗവേണൻസിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഷെയർ ഹോൾഡേഴ്സിനെയും മാനേജ്മെൻറ്റിനെയും കൺട്രോൾ ചെയ്യാനും അത് ഏതൊക്കെ ബേസിസിൽ ലീഗലായിട്ടും റെഗുലേറ്ററി ബേസിസിലും കോമ്പറ്റേറ്റീവ് ബേസിസിലും ബൈൻഡ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാവുന്നത്. Although shareholders own corporations, they usually do not run them. Corporations എന്ന് പറയുന്നത് ഓൺ ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിലും അവരൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, ആ കോർപ്പറേഷൻസ് റൺ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. Shareholders elect directors who appoint managers who in turn run corporations. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ USA-ലും എന്താണ് ചെയ്യുന്നത്, ഈ ഷെയർ ഹോൾഡേഴ്സ് അവരാരെ അസൈൻ ചെയ്യുന്നു, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെയും അവർ ഡിഫറെൻ്റ് ആയിട്ടുള്ള മാനേജേഴ്സിനെയും അപ്പോയിൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Many of the mechanisms that define today's corporate governance system are designed to mitigate these potential problems and design the behavior of all parties with the best interest of the shareholders. ഷെയർഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ അവരെന്താണ് ചെയ്യുന്നത്, മെക്കാനിസം എന്ന് പറയുന്നതാണ് കൂടുതലായിട്ട് കോർപ്പറേറ്റ് ഗവേണൻസിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഒരു മെക്കാനിക്കൽ ഡെഫിനിഷനാണ് ഇവിടെ ഇപ്പോൾ ഡിസൈൻ ചെയ്തുകൊണ്ട് മിറ്റിഗേറ്റ് ചെയ്യുകയും, അതായത് പൊട്ടൻഷ്യൽ പ്രോബ്ലംസിനെ എങ്ങനെയാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നതിൽ റിസോൾവ് ചെയ്യുന്നതിൽ ഒരു ഡിസൈനിങ് എന്ന് പറയുന്നത് അവർ ചെയ്തിട്ടുള്ളത് ഒരു ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വിധത്തിൽ തന്നെയുള്ള ഒരു മെക്കാനിസമാണ് കോർപ്പറേറ്റ് ഗവേണൻസിൽ നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു സർബനസ്-ഓക്സിലറി ആക്ട് വന്നതോടുകൂടി US-ൽ പണ്ടുണ്ടായിരുന്ന കോഡ് ഓഫ് കണ്ടക്റ്റോ അല്ലെങ്കിൽ ഒരു ലീഗൽ ഫ്രെയിം വർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത് 2002 ശേഷം മാറ്റം വന്നു. അതിനുശേഷം ഇപ്പോഴത്തെ ഒരു ഡെയിലി കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കലായിട്ടുള്ള ഒരു ഡിസൈൻ കൊണ്ടുവരികയും കൂടുതലായിട്ട് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നതിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ദ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ഓഫ് 1929 brought the federal government into the regulation of corporate governance for the first time. അപ്പോൾ ഒരു വലിയൊരു ക്രാഷാണ് 1929 നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിന്, അതും ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത്. അതൊരു ഫെഡറൽ ഗവൺമെൻറ്റിൽ വളരെയധികം റെഗുലേഷനെ കുറിച്ച് റീതിങ്ക് ചെയ്യാനായിട്ട് ഒരു ചാൻസാണ് ഉണ്ടായിരുന്നത് 1929 മാർക്കറ്റ് ക്രാഷ് എന്ന് പറയുന്നത്. പ്രസിഡൻറ്റ് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് believed that public confidence in the equity market needed to be restored. അപ്പോൾ 1929 ഉണ്ടായിരുന്ന ഈ മാർക്കറ്റ് ക്രാഷിന് ശേഷം പ്രസിഡൻറ്റ് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ആണ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത്, കൂടുതലായിട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ ക്യാപിറ്റൽ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇക്വിറ്റി മാർക്കറ്റിൽ വന്ന ആ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ മാറ്റം വരുത്തിക്കൊണ്ട് കൂടുതലായിട്ട് കോൺഫിഡൻസ് എന്ന് പറയുന്നത്
റീസ്റ്റോർ ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ളത്. ഫിയറിംഗ് ദാറ്റ് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് വുഡ് ഷൈ അവേ from stocks and by doing so reduce the pool of capital available to fuel economic growth in the private sector, Congress enacted in the Securities Act in 1933 and Securities Exchange Act in the following year, which established the Securities and Exchange Commission. ഈ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ റീതിങ്ക് ചെയ്ത്, അതായത് ഇൻഡിവിജ്വലായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റീതിങ്ക് എന്ന് പറയുന്നത് വരുത്തിയപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ളത് ആ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫിയർ അതെന്തിനാണ് ലീഡ് ചെയ്തിട്ടുള്ളത്? ഷൈ അവേ ഫ്രം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് വളരെയധികം പിന്തിരിഞ്ഞു പോവാണ് ഈ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ റെഡ്യൂസ് ദ പൂൾ ഓഫ് ക്യാപിറ്റൽ അവൈലബിൾ ടു ഫ്യൂവൽ ഇക്കണോമിക് ഗ്രോത്ത്. പ്രൈവറ്റ് സെക്ടറിൽ ഒരു ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചില്ല. അതുപോലെ തന്നെ കോൺഗ്രസ് എനക്റ്റഡ് ദ സെക്യൂരിറ്റീസ് ആക്ട് ഇൻ 1933. 1933 അവരിത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്താണ് ചെയ്തത്? സെക്യൂരിറ്റീസ് ആക്ട് എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതോടൊപ്പം തന്നെ പിന്നീട് വരുന്ന വർഷങ്ങളിൽ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ആക്ട്, സെക്യൂരിറ്റീസ് ആക്ട് 1933 എന്ന് പറയുന്നത് എന്തായി മാറ്റി? സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ആക്ട് ആക്കി മാറ്റുകയും അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. The landmark legislation shifted the balance between the roles of federal and state law in governing corporate behavior in America and sparked the growth of federal regulation of corporation at the expense of the state, and for the first time exposed corporate officers to federal criminal penalties. ഒരു കോർപ്പറേറ്റ് ഓഫീസേഴ്സിനെ കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. എന്തിലാണ് ഈ കോർപ്പറേറ്റ് ഓഫീസേഴ്സിനെ കൊണ്ടുവന്നിട്ടുള്ളത്? അതായത് ഫെഡറൽ ക്രിമിനൽ പെനാൽറ്റീസ് എന്ന് പറയുന്നതിൽ ഒരു കോർപ്പറേറ്റ് ഓഫീസേഴ്സിനെ കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്? അതായത് ഒരു ലെജിസ്ലേഷൻ ഫ്രെയിം വർക്കിൽ ഒരു ലാൻഡ്മാർക്ക് എന്ന് പറയുന്ന ആ ഒരു ബിഹേവിയർ കൊണ്ടുവരാനായിട്ട്, അതായത് ഒരു ബാലൻസ് എന്ന് പറയുന്നത് ഫെഡറലും സ്റ്റേറ്റ് ലോയിസും തമ്മിൽ ഒരു റോള് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവേണിംഗ് കോർപ്പറേറ്റ് ബിഹേവിയർ ഇൻ അമേരിക്കയിലുള്ള എല്ലാ കോർപ്പറേറ്റ് ഗവേണൻസിലും ഈ ലാൻഡ്മാർക്ക് എന്ന് പറയുന്ന ഒരു ലെജിസ്ലേഷൻ ഫ്രെയിം വർക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ വരുന്ന ഈ ഫെഡറൽ റെഗുലേഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിൻ്റെ എക്സ്പെൻസോട് കൂടി അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ അവിടെ എക്സ്പോസ് ചെയ്തത് എന്താണ്? കോർപ്പറേറ്റ് ഓഫീസേഴ്സിൻ്റെ ഒരു ഫെഡറൽ ക്രിമിനൽ പെനാൽറ്റീസ് എന്ന് പറയുന്നതാണ് അവിടെ ഒരു ഫ്രെയിം വർക്ക് എന്ന് പറയുന്നതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. More recently in 2002, as a result of the revelations of accounting and financial misconduct in the Enron and WorldCom scandals, Congress enacted the Accounting Reform and Investor Protection Act, better known as the Sarbanes-Oxley Act. അപ്പോൾ മുമ്പ് നമ്മളുടെ Sarbanes-Oxley Act എന്ന് പറയുന്നത് ആണ് കൂടുതൽ വരാനായിട്ട്. അപ്പോൾ അതിന് മുമ്പ് ഈ 2002 ഈ സർബനസ്-ഓക്സ്ലി ആക്ട് എന്ന് പറയുന്നത് നടപ്പിലാക്കിയത്. പക്ഷെ അത് വരുന്നതിന് മുമ്പായിട്ടുള്ള ഒരു പ്രീവിയസ് സ്റ്റേജാണ് ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. 1929 വരുന്ന ഒരു സ്പാർക്ക് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് എന്ന് പറയുന്ന ഒരു സ്പാർക്ക് വന്നതോട് കൂടിയിട്ട് പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ എന്ത് ചെയ്തു? റീതിങ്ക് ചെയ്തു. എങ്ങനെയാണ് ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത് റീസ്റ്റോർ ചെയ്യാൻ പറ്റുക? അതിന് വേണ്ടിയിട്ടാണ് 1933 ഒരു കോൺഗ്രസിൻ്റെ സെക്യൂരിറ്റീസ് ആക്ട് എന്ന് പറയുന്നത് വരുത്തുകയും പിന്നീട് അത് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ആക്റ്റായിട്ട് കൺവേർട്ട് ചെയ്തു. പിന്നീടാണ് അതൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനായിട്ട് കൊണ്ടുവരികയും അതിലൂടെ ഒരു ഫ്രെയിം വർക്ക് എന്ന് പറയുന്നതിനെ ഡെവലപ്പ് ചെയ്ത് അവസാനം, അതായത് ഇൻ 2002 നേരത്തെ പറഞ്ഞ ആ ഒരു കണ്ടിന്യൂവേഷൻ്റെ ഭാഗമായിട്ട് ഒരു ശരിയായിട്ടുള്ള ഒരു അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ മിസ്കണ്ടക്റ്റിൽ വരുത്തുകയും ഒരു പുതിയ ഒരു കോൺഗ്രസ് രൂപീകരിച്ചുകൊണ്ട് അക്കൗണ്ടിങ് റീഫോംസ് ആൻഡ് ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നതാണ് നല്ലത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ സർബനസ്-ഓക്സ്ലി ആക്ട് എന്ന് പറയുന്നത് 2002 ഇംപ്ലിമെൻ്റ് ചെയ്തത്. The unusual history of governance laws in the United States has created openings for the different interpretation of a variety of its provisions. അപ്പോൾ നേരത്തെ പറഞ്ഞ 1929 തുടങ്ങിയിട്ട് അതിന് മുമ്പുള്ള ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊരു
ലോ ഇല്ല. അതോടൊപ്പം തന്നെ ഓരോ പ്രശ്നങ്ങളും എങ്ങനെയാണ് സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഓരോ കോർട്ടിൻ്റെ ഡിസിഷൻ പ്രകാരമാണ് അത് റിസോൾവ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നാണ് 1929 സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ക്രാഷോടുകൂടി പിന്നെ പ്രസിഡൻറ്റിൻ്റെ ഒരു കോൺഫിഡൻസ് റീസ്റ്റോർ ചെയ്യാനുള്ള ഒരു പ്രവർത്തനത്തോടു കൂടിയിട്ടാണ് 2002 ഈ ഓക്സ്ലി ആക്ട് എന്ന് പറയുന്നത് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ അൺയൂഷ്വൽ ആയിട്ടുള്ളൊരു ഹിസ്റ്ററി ഓഫ് ഗവേണൻസ് എന്ന് പറയുന്നതാണ് എവിടെ ഉണ്ടായിരുന്നത്, നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഒരു റീതിങ്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർപ്രിറ്റേഷൻ അവിടെ ഉണ്ടാവുകയും പുതിയതായിട്ടുള്ള പ്രൊവിഷൻസ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ള ഒരു ആശയം തന്നെ അവിടെ ഡെവലപ്പ് ചെയ്തെടുത്തു. For example, the law not only identifies shareholders as the owners of the corporation but also defines them as an investors who receive ownership in the corporation in turn for money or assets they invest. അപ്പോൾ ഇവിടെ വരുന്നത് ഒരു സപ്പോർട്ടിങ് എന്ന് പറയുന്നത് അവിടെ ഇല്ല. അതായത് ഒരു ഷെയർ ഹോൾഡേഴ്സ് അവർ ഓണേഴ്സ് എന്ന് പറയുന്നതിനേക്കാൾ ആ ഒരു കോൺസെപ്റ്റ് അല്ല അവിടെ വരുന്നത്. അവിടെ വന്നിരുന്നത് എന്താണ്, അവർ ഇൻവെസ്റ്റേഴ്സാണ്. അവരെന്താണോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അത് ചിലപ്പോൾ പണമായിരിക്കാം അല്ലെങ്കിൽ എനി അസറ്റ്സ് ആയിരിക്കാം, അതിനൊരു റിട്ടേൺ അവർക്ക് ലഭിക്കണം. ആ ഒരു കോൺസെപ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതല്ലാതെ അവരാണ് ആ കോർപ്പറേഷൻ്റെ അല്ലെങ്കിൽ ആ ഫേമിൻ്റെ ഓണേഴ്സ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ അവരെന്ത് ചെയ്തിരുന്നില്ല, ചിന്തിച്ചിരുന്നില്ല എന്നുള്ളതാണ് അവിടെ വന്നിട്ടുള്ള ഒരു ഡ്രോബാക്ക്. അതുകൊണ്ടാണ് അവർ പ്രത്യേകിച്ച് ഒരു പ്രൊവിഷനെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കാഞ്ഞത്. It stipulates that shareholders are responsible for electing a board of directors, the operators of the corporation who have overall responsibility for the business of the corporation, but it does not meaningfully address the implementation of this statute. അപ്പോൾ അങ്ങനെ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് പിന്നെയാണ് സ്റ്റിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് എന്തായിട്ട് വന്നിട്ടുള്ളത്, ഈ ഷെയർ ഹോൾഡേഴ്സ് ഈ കോർപ്പറേറ്റ് ഓർഗനൈസേഷൻസ് റൺ ചെയ്യാൻ വേണ്ടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ എലക്ട് ചെയ്യുകയും ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓപ്പറേഷന് വേണ്ടിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള മാനേജേഴ്സിനെ സെലക്ട് ചെയ്യുകയും അവർക്ക് ആ റെസ്പോൺസിബിലിറ്റി ഒരു ബിസിനസ് കോർപ്പറേഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ആർക്ക് കൊടുക്കുന്നു, അവർക്ക് കൊടുത്തുകൊണ്ട് ഇവരെ ഒരു മോണിറ്ററിങ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് ഷെയർ ഹോൾഡേഴ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ഇറ്റ് ഡസ് നോട്ട് മീനിങ്ഫുള്ളി അഡ്രസ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദിസ് സ്റ്റാറ്റ്യൂട്ട്. അതുകൊണ്ട് അവിടെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ, ഒരു സ്റ്റാറ്റ്യൂട്ടിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഒരിക്കലും അവിടെ നടന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. It also specifies that the board of directors rather than the shareholders direct a company's business and affairs. അതുകൊണ്ട് തന്നെ ഇവിടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനേക്കാൾ കൂടുതലായിട്ട് ആരാണ് കമ്പനി ഡയറക്റ്റ് ചെയ്തിരുന്നത്, ഷെയർ ഹോൾഡേഴ്സാണ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ആരല്ല, ഒരു പ്രൊഫഷണൽ റെപ്രസെൻറ്റേറ്റീവ്സ് അല്ല. അപ്പോൾ ആ വരുന്ന പ്രശ്നങ്ങളാണ് പിന്നീട് സർബനസ്-ഓക്സ്ലി ആക്ട് പ്രകാരം 2002 തുടങ്ങിയിട്ട് ഒരു ഫ്രെയിം വർക്കിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടത്. അപ്പോൾ സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ നേരത്തെ UK പറഞ്ഞതിനേക്കാളും ഒരു പരിതാപകരമായിട്ടുള്ള സ്ഥിതിയാണ് എവിടെ ഉണ്ടായിരുന്നത്, US ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഒരു സ്റ്റോക്ക് മാർക്കറ്റിലെ ക്രാഷ് വന്നതോടുകൂടി അവിടെ ഒരു യൂണിഫോമിറ്റി എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ട് പ്രകാരം ആക്കാൻ വേണ്ടിയിട്ടാണ് സർബനസ്-ഓക്സ്ലി ആക്ട് എന്ന് പറയുന്നത് പിന്നീട് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം കുറച്ചും കൂടി കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്നത് ഇഫക്റ്റീവായിട്ട് ഒരു ലീഗൽ ഫ്രെയിം വർക്കിൻ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടിൻ്റെ അണ്ടറിൽ കൊണ്ടുവരാനും കൂടുതലായിട്ട് അത് നടപ്പിലാക്കാനായിട്ടുള്ള ശ്രമം നടന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ രണ്ട് സ്ഥലത്തെയാണ് നമ്മൾ എടുത്തത്, UK എടുത്തു, അതുപോലെ തന്നെ USA. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു സ്ഥലം കൂടി ഞാൻ ലീഗൽ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് സ്റ്റഡി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് എടുക്കുന്നുണ്ട്. അത് ഏതാണെന്ന് അറിയാമോ? ഓസ്ട്രേലിയ ആണ്. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് ഇൻ ഓസ്ട്രേലിയ നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാം. Among the corporate governance codes or principles adopted by Australia, the principles of corporate governance issued by the ASX Corporate Governance Council are the most comprehensive. ഇവിടെ വരുന്നത് ഒരു ASX എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് കൗൺസിലാണ്. ഇവിടുത്തെ കോഡ് ഓഫ് കണ്ടക്റ്റ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നതും സ്റ്റാൻഡേർഡുകൾ ഡിസൈഡ് ചെയ്യുന്നത്.
അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ കോഡ് ഓഫ് കണ്ടക്ട് ഇൻ ദ കേസ് ഓഫ് ദ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നതും ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? ASX കോർപ്പറേറ്റ് ഗവേണൻസ് കൗൺസിലാണ്. The code covers 10 major principles ranging from respecting the rights of shareholders to promoting ethical and responsible decision making, risk management and properly addressing the interest of other stakeholders. അപ്പോൾ ASX കോർപ്പറേറ്റ് ഗവേണൻസ് കൗൺസിൽ എന്ന് പറയുന്നത് എത്ര പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്? 10 മേജർ പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് എങ്ങനെയാണ്? റൈറ്റ്സ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് ടു പ്രൊമോട്ടിംഗ് എത്തിക്കൽ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഡിസിഷൻ മേക്കിംഗ്. അതായത് ഓരോ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും റൈറ്റ് എന്ന് പറയുന്നത് എന്തിലേക്ക് മാറുന്നു? പ്രൊമോട്ടിംഗ് ടു ദ എത്തിക്കൽ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, ഡിസിഷൻ മേക്കിങ്ങിലുള്ള എത്തിക്കലിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും അതുപോലെ തന്നെ അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി, അതോടൊപ്പം തന്നെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള മാനേജ്മെൻറ്റ് റിസ്കുകൾ, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓഫ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യാം. ഈ ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള 10 മേജർ പ്രിൻസിപ്പിൾസ് ആണ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഭാഗമായിട്ട് ASX കോർപ്പറേറ്റ് ഗവേണൻസ് കൗൺസിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്ന 10 പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റ് എന്ന് പറയുന്നത് ഒരു എത്തിക്കൽ അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് എൻഹാൻസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ റിസ്ക് മാനേജ്മെൻറ്റ്, സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അഡ്രസ്സ് ചെയ്യുക. ഈ ഒരു ഫാക്ടറിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് 10 മേജർ പ്രിൻസിപ്പിൾസ് ASX കോർപ്പറേറ്റ് ഗവേണൻസ് കൗൺസിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. The Australian Securities and Investment Commission, that is ASIC, act as Australia's corporate regulator and is an independent Australian government body. ഇവിടെ ഒരു കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മീഷൻ്റെ പേരാണ് ഓസ്ട്രേലിയൻ സെക്യൂരിറ്റീസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്മീഷൻ എന്ന് പറയുന്നത്. അവരാണ് സ്പെസിഫിക് ആയിട്ടുള്ള ആക്റ്റുകൾ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഓസ്ട്രേലിയാസ് കോർപ്പറേറ്റ് റെഗുലേറ്റർ ബേസ്ഡ് ആയിട്ടുള്ള ആക്റ്റുകൾ ഇഷ്യൂ ചെയ്തിട്ടുള്ള കമ്മീഷനാണ് ASIC എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ബോഡിയാണ് ഇത് ASIC എന്ന് പറയുന്നത്. The role of the ASIC is to enforce and regulate company and financial service laws that protect consumers, investors and creditors. കൺസ്യൂമേഴ്സിനെയും ഇൻവെസ്റ്റേഴ്സിനെയും അതോടൊപ്പം തന്നെ ക്രെഡിറ്റേഴ്സിനെയും അവരുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ സർവീസ് ലോസും അതുപോലെ തന്നെ ASIC എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള റെഗുലേഷൻസ് എൻഫോഴ്സ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു റോളാണ് ഇവിടെ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അവിടെ കൂടുതലായിട്ട് ഫിനാൻഷ്യൽ സർവീസ് ലോകൾ ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ ഒരു കമ്പനിയുടെ റെഗുലേഷൻസ് എന്ന് പറയുന്നത് എൻഫോഴ്സ് ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു റോള് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കുകയും അത് മോണിറ്റർ ചെയ്യുകയും ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും എന്തിനു വേണ്ടിയിട്ടാണ്? കൺസ്യൂമേഴ്സിൻ്റെയും ഇൻവെസ്റ്റേഴ്സിൻ്റെയും ക്രെഡിറ്റേഴ്സിൻ്റെയും ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. So ASIC was established through the Australian Securities and Investment Commission Act 2001, also known as the Corporations Act 2001, that is Corps Act as the required by the Corps Act. The ASIC has the responsibility to maintain, facilitate and improve the performance of the financial system and related entities, promote confident and informed participation by investors and consumers in the financial system, administer the law effectively and with minimal procedural requirements, enforce and give effect to the law, receive, process and store efficiently and quickly information provided to them, make information about the companies and other bodies available to the public as soon as the practicable. അപ്പോൾ ASIC എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ എന്ന് പറയുന്നത് ഒരു കമ്പനി റെഗുലേറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ കൺസ്യൂമേഴ്സിൻ്റെയും ഇൻവെസ്റ്റേഴ്സിൻ്റെയും ക്രെഡിറ്റേഴ്സിൻ്റെയും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്.
അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ, അതായത് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ബോഡിയാണ് ഈ ASIC എന്ന് പറയുന്നത്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഓസ്ട്രേലിയൻ സെക്യൂരിറ്റീസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്മീഷൻ ആക്ട് ആണ്. 2001 ഈ ആക്ട് എന്ന് പറയുന്നത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളത്. ആ ആക്ടിനെ പിന്നീട് നമ്മൾ എന്തായിട്ടാണ് അറിയപ്പെടുന്നത്? കോർപ്പറേഷൻ ആക്ട് 2001 അല്ലെങ്കിൽ കോബ്സ് ആക്ട് 2001 എന്നാണ് അത് പിന്നീട് അറിയപ്പെടുന്നത്. ഇതിൽ പറയുന്ന റെസ്പോൺസിബിലിറ്റി ASIC എന്ന് പറയുന്നതിൽ വരുന്ന കോബ്സ് ആക്ടിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? അത് മെയിൻറ്റെയിൻ ചെയ്യുകയും അതുപോലെ തന്നെ ഫെസിലിറ്റേറ്റ് ചെയ്യുകയും ഇംപ്രൂവ് ചെയ്യുകയും എന്തിലൊക്കെ? പെർഫോമൻസ് ഓഫ് ദ ഫിനാൻഷ്യൽ സിസ്റ്റം. ഒരു കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഫിനാൻഷ്യൽ സിസ്റ്റം അതുപോലെ തന്നെ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സിൽ ഒരു പെർഫോമൻസ് എൻഹാൻസ് ചെയ്യുകയും അത് മെയിൻറ്റെയിൻ ചെയ്യുകയും അത് ഫെസിലിറ്റേറ്റ് ചെയ്യുകയും ഇംപ്രൂവ് ചെയ്യുകയാണ് ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ചെയ്യുന്നത് ഒരു കോൺഫിഡൻസ് പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ പാർട്ടിസിപ്പേറ്റീവ്സിന് അല്ലെങ്കിൽ ആരാണോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് അതുപോലെ തന്നെ കൺസ്യൂമേഴ്സ് ക്രെഡിറ്റേഴ്സിന് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഈ ഫിനാൻഷ്യൽ സിസ്റ്റം ബേസ് ചെയ്തിട്ടുള്ളത് ഇഷ്യൂ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലോ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക. അത് ഇഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ എഫിഷ്യൻ്റായിട്ട് ആ പ്രൊസീജിയറിലേക്ക് കൊണ്ടുവരികയും അതുപോലെ തന്നെ മിനിമം ആയിട്ടുള്ള പ്രൊസീജിയറൽ റിക്വയർമെൻറ്റിലേക്ക് ആക്കിക്കൊണ്ട് സിമ്പിളായിട്ട് അത് ഫോർമുലേറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത്. ഈ പറയുന്ന ലോ എന്ന് പറയുന്നത് ഇഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുക, എൻഫോഴ്സ് ചെയ്യുക എന്ന് പറയുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതോടൊപ്പം തന്നെ പ്രൊസീജിയർ അല്ലെങ്കിൽ അത് റിസീവ് ചെയ്യുക, പ്രോസസ്സ് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, അത് ഇഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ ക്വിക്കായിട്ട് ഈ ഇൻഫോർമേഷൻസ് ആർക്കാണോ ആവശ്യമുള്ളത് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്ന ഒരു സർവീസും ആര് ചെയ്യുന്നുണ്ട്? ASIC എന്ന് പറയുന്നത് ചെയ്യുന്നുണ്ട്. Make information about companies and other bodies available to the public as soon as practicable. എപ്പോഴാണോ പബ്ലിക്കിന് ഇത് പ്രാക്ടിക്കബിൾ ആയിട്ട് ഈ ഇൻഫോർമേഷൻസ് ആവശ്യമുള്ളത് ആവശ്യമുള്ള സമയത്ത് ആ ഇൻഫോർമേഷൻസ് അവൈലബിൾ ആക്കി കൊടുക്കുക. അതായത് ആ കമ്പനീനെ കുറിച്ചോ അല്ലെങ്കിൽ ആ ബോഡീസ് ഇൻകോർപ്പറേറ്റ് ചെയ്തതിനെ കുറിച്ചോ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ അത് പബ്ലിക്കിന് അവൈലബിൾ ആക്കി കൊടുക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റിയും ആർക്കുണ്ട്? ASICക്കുണ്ട്. അപ്പോൾ ASICയുടെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് ASICക്ക് ഉള്ളത്? ഫസ്റ്റ് വൺ പറയുന്നത് ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഇൻഫോർമേഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യുക, അത് ഫെസിലിറ്റേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഇംപ്രൂവ് ചെയ്യുക എന്ന് പറയുന്ന ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി. രണ്ടാമതായിട്ട് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് കൺസ്യൂമേഴ്സ് അവരുടെ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ അവരുടെ കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് എൻഹാൻസ് ചെയ്യുക. രണ്ടാമത് പറയുന്നത് അത് ഇഫക്റ്റീവായിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യുക, മോണിറ്റർ ചെയ്യുക. പ്രൊസീജിയർ എന്ന് പറയുന്നത് മിനിമൈസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റിയും ആർക്കുണ്ട്? ASICക്കുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ അത് എൻ്റെ എൻഫോഴ്സബിലിറ്റി എന്ന് പറയുന്നത് ഈസി ആക്കി കൊടുക്കാനും അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് അത് റിസീവ് ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രോസസ്സ്, സ്റ്റോറിങ് ഫെസിലിറ്റീസ്, എഫിഷ്യൻസി, അത് ക്വിക്കലി ആ ഇൻഫോർമേഷൻസ് ആർക്കാണോ ആവശ്യമുള്ളത് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അത് പബ്ലിക്കിന് ആവശ്യമുണ്ടെങ്കിൽ അത് അവൈലബിൾ ആക്കി കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ആർക്കുണ്ട്? ASICക്ക് ഉണ്ട്. The ASIC has 3 strategic priorities. അപ്പോൾ നേരത്തെ പറഞ്ഞ റെസ്പോൺസിബിലിറ്റീനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ 3 സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്രയോറിറ്റീസ് ആണുള്ളത്. ഇതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഫസ്റ്റ് ഈസ് എ ഫോക്കസ് ഓൺ എൻഷുറിങ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഫിനാൻഷ്യൽ കൺസ്യൂമേഴ്സ് ആർ ഇൻഫോംഡ് ആൻഡ് കോൺഫിഡൻറ്റ്. അവർക്ക് ആവശ്യമുള്ള ഇൻഫോർമേഷൻസ് എന്ന് പറയുന്നത് ആവശ്യമുള്ളത് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള ഇൻഫോർമേഷൻസ് എങ്ങനെ ചെയ്തു കൊടുക്കണം? കോൺഫിഡൻഷ്യലായിട്ട് വെക്കണം. അപ്പോൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത് ഇൻവെസ്റ്റേഴ്സിന് ആവശ്യമുള്ള ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ് ആ കൺസ്യൂമർ എന്ന് പറയുന്നതിൻ്റെ ബേസിസിൽ പറഞ്ഞു കൊടുക്കുകയും ബാക്കിയുള്ള ഇൻഫോർമേഷൻസ് കോൺഫിഡൻഷ്യൽ ആക്കിയിട്ട് വെക്കുക എന്നുള്ളതാണ്. ഗേറ്റ് കീപ്പേഴ്സ് ഇൻക്ലൂഡിംഗ് ഓഡിറ്റേഴ്സ്, ഡയറക്ടേഴ്സ്, അഡ്വൈസേഴ്സ്, കസ്റ്റോഡിയൻസ്,
product manufacturers and distributors are expected to be accountable for their actions and the information they provide. ഈ ഫസ്റ്റ് കാറ്റഗറിയിൽ രണ്ടാമതായിട്ട് വരുന്ന കാര്യം എന്താണ്? ഗേറ്റ് കീപ്പേഴ്സ് ആയിട്ടുള്ളത്. ആരൊക്കെയാണ് ഗേറ്റ് കീപ്പേഴ്സ്? ആരെയാണ് ഗേറ്റ് കീപ്പേഴ്സ് എന്ന് പറയുന്നത്? ആ എൻറ്റിറ്റിയുടെ കാവൽക്കാർ. ആ എൻറ്റിറ്റിയുടെ കാവൽക്കാരെന്ന് പറയുന്നത് ഓഡിറ്റേഴ്സ് ആവാം, ഡയറക്ടേഴ്സ് ആവാം, അഡ്വൈസേഴ്സ്, കസ്റ്റോഡിയൻസ്, പ്രൊഡക്റ്റ് മാനുഫാക്ചേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അവർക്കൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ള നോൺ പബ്ലിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് അറിയാവുന്നവർ. അവരെയാണ് ഒറ്റ ടേമിൽ പറയുന്നത് ആരായിട്ട്? ഗേറ്റ് കീപ്പേഴ്സ് ആയിട്ട്. അവരിൽ നിന്ന് എന്താണ് ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? അക്കൗണ്ടബിലിറ്റി, കറക്റ്റായിട്ടുള്ള ഇൻഫോർമേഷൻസ് അവർക്ക് ആവശ്യമുള്ളപ്പോൾ അത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്ന ഒരു അക്കൗണ്ടബിലിറ്റിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ള ഫിനാൻഷ്യൽ സിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഈ ഗേറ്റ് കീപ്പേഴ്സ് ആർക്ക് കൊടുത്തിരിക്കണം? ഈ ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിരിക്കണം. അതാണ് ASICയുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് സ്ട്രാറ്റജിക് ഇൻഫോർമേഷനിൽ വരുന്നത്. ഇനി സെക്കൻഡ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് പ്രയോറിറ്റി ബേസ് ചെയ്തിട്ട് വരാണെങ്കിൽ എൻഷുവർ ഫെയർ ആൻഡ് എഫിഷ്യൻറ്റ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നതിന് ഒരു ഫെയർ ആൻഡ് ട്രൂ റിവ്യൂ ആയിരിക്കണം ഉണ്ടായിരിക്കുന്നത്. അതായത് ആ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഫെയർ ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റിംഗ് സിസ്റ്റം ആയിരിക്കണം അവർ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കുക. The ASIC has the responsibility to supervise the Australian Securities Exchange, that is ASX, and believe that good corporate governance is an essential component of the regulatory framework in place in equity market. ഒരു ഇക്വിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നതിൻ്റെ എഫിഷ്യൻസി ഇവാലുവേറ്റ് ചെയ്യുന്ന മെയിൻ പ്രയോറിറ്റി എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? വാട്ട് ആർ ദ എസെൻഷ്യൽ കോമ്പോണൻറ്റ്സ് റിലേറ്റഡ് ടു ദ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ ബേസ് ചെയ്തുകൊണ്ട് എന്തൊക്കെയാണ് എസെൻഷ്യൽ ആയിട്ടുള്ള കോമ്പോണൻറ്റ്സ്? ആ കോമ്പോണൻറ്റ്സ് എന്ന് പറയുന്നത് സൂപ്പർവൈസ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? ASXനുണ്ട്. എന്താണ് ഈ ASX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓസ്ട്രേലിയൻ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച്. അവരിലാണ് ആ റെസ്പോൺസിബിലിറ്റി, അതായത് നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ഇഫക്റ്റീവ്നെസ്, അതിൻ്റെ എഫിഷ്യൻസി, ഫെയർ വ്യൂ എന്ന് പറയുന്നത് കീപ്പ് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും സെക്യൂർ ചെയ്യേണ്ടതും ആരുടെ ഉത്തരവാദിത്തമാണ്? ASICയുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ആ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് എസെൻഷ്യലായിട്ട് കീപ്പ് ചെയ്യേണ്ടത് ഒരു റെഗുലേറ്ററി ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആ ഇക്വിറ്റി മാർക്കറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം ആർക്കുണ്ട്? സെക്കൻഡ് ASICയുടെ സ്ട്രാറ്റജിക് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിന് ഒരു ഫേസ് എങ്ങനെയുള്ള ഫേസ് കൊടുക്കണം? ഫെയർ ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫേസ് കൊടുക്കണം എന്നുള്ളതാണ് സെക്കൻഡ് ആയിട്ടുള്ള കാര്യം. ഇനി തേർഡ് പ്രയോറിറ്റി സ്ട്രാറ്റജിക് എലമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? എഫിഷ്യൻറ്റ് രജിസ്ട്രേഷൻ ആൻഡ് ലൈസൻസിങ്. അതിൻ്റെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നതും ലൈസൻസിങ് സിസ്റ്റം എങ്ങനെയായിരിക്കണം? എഫിഷ്യൻ്റ് ആയിരിക്കണം. ദീസ് 3 strategic priorities are in line with the functions of the ASIC. അപ്പോൾ 3 പ്രയോറിറ്റി സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ആദ്യത്തെ പ്രയോറിറ്റി സ്ട്രാറ്റജി പറഞ്ഞിട്ടുള്ളത് ഇൻവെസ്റ്റേഴ്സിൻ്റെയും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ കൺസ്യൂമേഴ്സിന് ആവശ്യമുള്ള ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുകയും ബാക്കിയുള്ളത് കോൺഫിഡൻ്റ് ആയിട്ട് വെക്കണം. രണ്ടാമത്തെ പ്രയോറിറ്റി സ്ട്രാറ്റജി പറഞ്ഞിട്ടുള്ളത് എന്താണ്? ട്രൂ ആൻഡ് ഫെയർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റിംഗ് ഫേസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. തേർഡായിട്ട് പറഞ്ഞിട്ടുള്ളത് രജിസ്ട്രേഷൻ ആൻഡ് ലൈസൻസിങ് എന്ന് പറയുന്നത് എഫിഷ്യൻ്റ് ആയിരിക്കണം. ഈ 3 സ്ട്രാറ്റജിക് പ്രയോറിറ്റീസ് ആണ് ആരിൽ എൻട്രസ്റ്റ് ചെയ്തിട്ടുള്ളത്? ASICയിൽ എൻട്രസ്റ്റ് ചെയ്തിട്ടുള്ളത്. As a consumer credit regulator, the ASIC ensures licenses met the standards that are identified in the National Consumer Credit Protection Act 2009. ഇപ്പോൾ നമ്മൾ പറഞ്ഞു രജിസ്ട്രേഷൻ ആൻഡ് ലൈസൻസിങ് എന്ന് പറയുന്നത് തേർഡ് പ്രയോറിറ്റി സ്ട്രാറ്റജി ബേസിസിൽ എഫിഷ്യൻ്റ് ആയിരിക്കണം. ഇവിടെ പറയുന്നത് കൺസ്യൂമർ ക്രെഡിറ്റ് റെഗുലേറ്റർ എന്നുള്ള നിലയ്ക്ക് ASICയിൽ നിന്ന് എന്താണ് എൻഷുർ ചെയ്യുന്നത്? ആ ലൈസൻസിങ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. എങ്ങനെയുള്ള സ്റ്റാൻഡേർഡാണ്? 2009 നാഷണൽ കൺസ്യൂമർ ക്രെഡിറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമുള്ള ഒരു സ്റ്റാൻഡേർഡാണ് ഈ ലൈസൻസിങ് കാറ്റഗറിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. As a market regulator, the ASIC assess how effectively authorized financial market are complying with their legal obligation to operate fair,
orderly and transparent market, and as a financial service regulator, the ASIC license and monitors financial service business to ensure they operate efficiently, fairly and honestly. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണമെന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഒരു ASICയുടെ ഒരു ഓതറൈസ്ഡ് ഫിനാൻഷ്യൽ മാർക്കറ്റിനെ ബേസ് ചെയ്തിട്ടല്ല, ലൈസൻസിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ്. അതേസമയം ഒരു ഓതറൈസ്ഡ് ഫിനാൻഷ്യൽ മാർക്കറ്റിനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ലീഗൽ ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിൻ്റെ എഫിഷ്യൻസി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഒരു ഫെയർ ആയിരിക്കണം, അതുപോലെ തന്നെ ഓർഡർലി ആയിരിക്കണം, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആയിരിക്കണം നമ്മളിവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ഇഫക്റ്റീവായിട്ടുള്ള ഓതറൈസ് ചെയ്തിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റിംഗ് സിസ്റ്റമാണ് ഫോളോ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അവിടെ വരുന്ന സർവീസസ് എന്ന് പറയുന്നത് റെഗുലേറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ലൈസൻസ് ആൻഡ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സർവീസ് ഓരോ ബിസിനസ് ഓർഗനൈസേഷനിലും ASICയിലൂടെ എൻഷുർ ചെയ്യുന്നത് എന്താണ്? അതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് എഫിഷ്യൻ്റ് ആയിരിക്കണം, ഇഫക്റ്റീവ് ആയിരിക്കണം, ഫെയർ ആയിരിക്കണം, ഓണസ്റ്റ് ആയിരിക്കണം. അപ്പോൾ ASICക്ക് വളരെയധികം റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഒരു ഫിനാൻഷ്യൽ സർവീസ് സിസ്റ്റം ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ വരുമ്പോൾ ഈ പറയുന്ന റെസ്പോൺസിബിലിറ്റീസ്, അതായത് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഫെയർ ആയിരിക്കണം, എഫിഷ്യൻ്റ് ആയിരിക്കണം, ഇഫക്റ്റീവ് ആയിരിക്കണം, ഓണസ്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രെയിം വർക്ക് ആയിരിക്കണം അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. The Australian Securities Exchange is one of the world's top 10 ലിസ്റ്റഡ് എക്സ്ചേഞ്ച് ഗ്രൂപ്പ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ASX എന്ന് പറയുന്നത്, അതായത് ഓസ്ട്രേലിയൻ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ആദ്യത്തെ 10 ലിസ്റ്റഡ് എക്സ്ചേഞ്ച് സെക്യൂരിറ്റീസ് ഗ്രൂപ്പിൽ ഏറ്റവും വൺ ഓഫ് ദ വേൾഡ്സ് ടോപ്പ് എന്നാണ് പറഞ്ഞത്. 10 ഒരെണ്ണത്തിൽ പെടുന്നതാണ് നമ്മുടെ ASX എന്ന് പറയുന്നത്. അതായത് വേൾഡ് ഗ്രൂപ്പിലെ ലിസ്റ്റഡ് എക്സ്ചേഞ്ച് ഗ്രൂപ്പിനെ നമ്മൾ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിലൊരു പ്ലേസ് ആർക്കുണ്ട്? ആദ്യത്തെ 10 ASXന് ഒരു മെയിൻ റോള് ഉണ്ട്. ASX compliance, which is subsidiary of ASX, is responsible for monitoring and enforcing ASX listed companies' compliance with ASX operating rules and promotes standards of corporate governance among Australia's listed companies. ഓസ്ട്രേലിയയുടെ ലിസ്റ്റഡ് കമ്പനീസിൽ മെജോറിറ്റി കമ്പനീസും എവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്? ASXൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ ASXൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ കമ്പനീസും ASXൽ വരുന്ന ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് പ്രൊമോട്ട് ചെയ്യുകയും ആ ASXൽ പറയുന്ന സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന കമ്പനികളാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികൾ. ASX Corporate Governance Council has developed corporate governance principles and recommendations, that is AX 2nd edition, that are designed to promote investor confidence and to assist ASX listed entities in meeting stakeholders' expectations. അപ്പോൾ ഈ വരുന്ന ലിസ്റ്റഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വരുന്ന ഇൻവെസ്റ്റേഴ്സ്, അതായത് ASXൽ വരുന്ന ലിസ്റ്റഡ് കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് ലെവലിൽ എൻഹാൻസ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ ഇൻവെസ്റ്റിംഗ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഇൻവെസ്റ്റേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിസൈൻ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഏതിൻ്റെ ബേസിസിൽ ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് പ്രിൻസിപ്പിൾസ് ആൻഡ് റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞിട്ട് ASX 2nd എഡിഷൻ ഡിസൈൻ ചെയ്തുകൊണ്ട് അവിടെയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ ഉയർത്താനും അതോടൊപ്പം തന്നെ ആ ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ആ ക്യാപിറ്റൽ മാർക്കറ്റിൽ കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള പുതിയൊരു റെക്കമെൻഡേഷനാണ് ASX 2nd എഡിഷനിൽ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. The corporate governance principles are as follows. നമ്മൾ നേരത്തെ 10 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ് ASX ആക്ട് പ്രകാരമുള്ളത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 8 പ്രിൻസിപ്പിളാണ് നമ്മളിവിടെ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. The corporate governance principles are as follows. Principle 1, lay solid foundations for management and oversight. Companies should establish and disclose the respective roles and responsibilities of board and management. Principle 1 എന്ന് പറയുന്നതിൽ വരുന്നത്
ഒരു കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ റോൾസ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നതും റോൾസ് ഓഫ് ഡ്യൂട്ടീസ് എന്ന് പറയുന്നതും എന്ത് ചെയ്തിരിക്കണം, ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ 1-ൽ പറയുന്നത്. പ്രിൻസിപ്പിൾ 2-ൽ പറയുന്നത് സ്ട്രക്ചർ ദ ബോർഡ് ടു ആഡ് വാല്യൂ. കമ്പനീസ് ഷുഡ് ഹാവ് എ ബോർഡ് ഓഫ് ആൻ ഇഫക്റ്റീവ് കമ്പോസിഷൻ, സൈസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ടു ആഡക്വറ്റ്ലി ഡിസ്ചാർജ് ഇറ്റ്സ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ്. ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് എപ്പോഴാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്, അതിനുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ആഡ് വാല്യൂ എന്ന് പറയുന്നതാണ് പ്രിൻസിപ്പിൾ 2 പ്രകാരം പറയുന്നത്. അതിൽ ഒരു ബോർഡിൻ്റെ ഇഫക്റ്റീവ്നെസ്, അതിലെ കോമ്പോസിഷൻ, അതിൻ്റെ സൈസ് ഓഫ് ആൻഡ് അതിൽ കമ്മിറ്റ്മെൻറ്റ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസിലുള്ള കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനാണ് പ്രിൻസിപ്പിൾ 2-ൽ പറയുന്നത്. പ്രിൻസിപ്പിൾ 3-ൽ പറയുന്നത് പ്രൊമോട്ട് എത്തിക്കൽ ആൻഡ് റെസ്പോൺസിബിൾ ഡിസിഷൻ മേക്കിംഗ്. കമ്പനീസ് ഷുഡ് ആക്റ്റീവ്ലി പ്രൊമോട്ട് എത്തിക്കൽ ആൻഡ് റെസ്പോൺസിബിൾ ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിംഗ് ഓരോ കമ്പനീസിലും എടുക്കുന്നത് എങ്ങനെയായിരിക്കണം, എത്തിക്കലായിരിക്കണം. അതുപോലെ തന്നെ ആ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഉത്തരവാദിത്വം ആർക്കായിരിക്കും, ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനായിരിക്കും. അതാണ് പ്രിൻസിപ്പിൾ 3 എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾ 4-ൽ വരുന്നത് സേഫ് ഗാർഡ് ഇൻറ്റഗ്രിറ്റി ഇൻ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. കമ്പനീസ് ഷുഡ് ഹാവ് എ സ്ട്രക്ചർ ടു ഇൻഡിപെൻഡൻ്റ്ലി വെരിഫൈ ആൻഡ് സേഫ് ഗാർഡ് ദ ഇൻറ്റഗ്രിറ്റി ഓഫ് ദെയർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. അവർ സബ്മിറ്റ് ചെയ്യുന്ന ഫിനാൻഷ്യൽ റിപ്പോർട്ടിൻ്റെ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് അവർ സ്ക്രൂട്ടിനൈസ് ചെയ്തതിന് ശേഷം മാത്രമേ കൊടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ കമ്പനി എങ്ങനെയുള്ള സ്ട്രക്ചറായിരിക്കണം അവിടെ ഫോർമുലേറ്റ് ചെയ്യുന്നത്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് എന്ന് പറയുന്നത് വെരിഫൈ ചെയ്യുകയും സേഫ് ഗാർഡ് ചെയ്യുന്ന തരത്തിലുള്ള പ്രിൻസിപ്പിൾ ആയിരിക്കണം പ്രിൻസിപ്പിൾ 4-ൽ ഫോളോ ചെയ്യേണ്ടത്. പ്രിൻസിപ്പിൾ 5 എന്ന് പറയുന്നത് മേക്ക് ടൈംലി ആൻഡ് ബാലൻസ്ഡ് ഡിസ്ക്ലോഷർ. കമ്പനീസ് ഷുഡ് പ്രൊമോട്ട് ടൈംലി ആൻഡ് ബാലൻസ്ഡ് ഡിസ്ക്ലോഷർ ഓഫ് ഓൾ മെറ്റീരിയൽ മാറ്റേഴ്സ് കൺസേണിങ് ദ കമ്പനി. ഒരു കമ്പനിയുടെ മെറ്റീരിയൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് അത് ആവശ്യം വരുമ്പോൾ അതിനെ പീരിയോഡിക്കലായിട്ട് അതെന്ത് ചെയ്തിരിക്കണം, ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ആ കമ്പനിയുടെ പ്രൊമോഷനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ബാലൻസിനെ കുറിച്ചിട്ടോ പീരിയോഡിക്കലായിട്ടുള്ള മെറ്റീരിയൽ ഫാക്ടേഴ്സ് അത് എന്ത് ചെയ്തിരിക്കണം, ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ദാറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്രിൻസിപ്പിൾ 5. Principle 6, respect the rights of the shareholders. Companies should respect the rights of the shareholders and facilitate the effective exercise of those rights. ഷെയർ ഹോൾഡേഴ്സാണ് ഒരു കമ്പനിയുടെ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റ് എന്ത് ചെയ്തിരിക്കണം, പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ അവരുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റിനെ റെസ്പെക്റ്റ് ചെയ്തിരിക്കണം. ആ ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റ് എന്ന് പറയുന്നത് ഇഫക്റ്റീവായിട്ട് എക്സസൈസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രിൻസിപ്പിളായിരിക്കണം പ്രിൻസിപ്പിൾ 6-ൽ ഫോളോ ചെയ്യേണ്ടത്. ദെൻ ദ പ്രിൻസിപ്പിൾ 7, റെക്കഗ്നൈസ് ആൻഡ് മാനേജ് റിസ്ക്. Companies should establish a sound system of risk oversight and management and internal control. സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ളതും അതുപോലെ തന്നെ റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയും ഓവർസീ ചെയ്യുകയും വേണം. മുൻകൂട്ടി ഈ റിസ്ക് എന്ന് പറയുന്നത് കാണാനും അത് മാനേജ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ 7-ൽ പറയുന്നത്. മാനേജ്മെൻറ്റ് റിസ്ക് റെക്കഗ്നൈസ് ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്യാനും സോൾവ് ചെയ്യാനും ആർക്ക് സാധിക്കണം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് സാധിക്കണം. അതിന് പറ്റുന്ന വിധത്തിലുള്ള ഒരു സൗണ്ട് സിസ്റ്റം ഓഫ് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ അതിലുള്ള ഒരു ഇൻറ്റേർണൽ കൺട്രോളിംഗ് എന്ന് പറയുന്നതും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ 7-ൽ പറയുന്നത്. പ്രിൻസിപ്പിൾ 8-ൽ പറയുന്നത് റെമ്യൂണറേറ്റ് ഫെയർലി ആൻഡ് റെസ്പോൺസിബിലിറ്റി. കമ്പനീസ് ഷുഡ് എൻഷുവർ ദാറ്റ് ദ ലെവൽ ആൻഡ് കോമ്പോസിഷൻ ഓഫ് റെമ്യൂണറേഷൻ ഈസ് സഫിഷ്യൻറ്റ് ആൻഡ് റീസണബിൾ ആൻഡ് ദാറ്റ് ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് ടു പെർഫോമൻസ് ഈസ് ക്ലിയർ. ആ ഓർഗനൈസേഷനിൽ എൻറ്റിറ്റീസിൽ കൊടുക്കുന്ന കോമ്പോസിഷൻ എന്ന് പറയുന്നത് റെമ്യൂണറേഷൻ ബേസിസിലോ അല്ലെങ്കിൽ ഏത് ബേസിസിലാണോ അതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത്, റെമ്യൂണറേഷൻ അല്ലെങ്കിൽ റിവാർഡ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം, സഫിഷ്യൻ്റ് ആയിരിക്കണം, അതോടൊപ്പം തന്നെ റീസണബിൾ ആയിരിക്കണം. ആ പെർഫോമൻസ് എന്ന് പറയുന്നതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റെമ്യൂണറേഷൻ ആയിരിക്കണം അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ പ്രിൻസിപ്പിൾ 8-ൽ പറയുന്നത് റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് ഫെയർ ആയിരിക്കണം, അത്
അതുപോലെ തന്നെ അത് റെസ്പോൺസിബിൾ ആയിരിക്കണം, റീസണബിൾ ആയിരിക്കണം. ഈ 8 പ്രിൻസിപ്പിളാണ് ASX പ്രകാരം ASICയിൽ പറയുന്ന പ്രിൻസിപ്പിൾസ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഈ 8 പ്രിൻസിപ്പിൾ, അതായത് നമ്മൾ 10 പ്രിൻസിപ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ 8 പ്രിൻസിപ്പിളാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആ 8 പ്രിൻസിപ്പിളിനെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ഓസ്ട്രേലിയയിലുള്ള നമ്മുടെ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് ഇഫക്റ്റീവായിട്ട് അവർക്ക് എങ്ങനെയാണ് നടപ്പിലാക്കാൻ പറ്റുന്നത്, അവരെ എങ്ങനെയാണ് ഗൈഡ് ലൈൻ ചെയ്യുന്നത്, ഈ 8 പ്രിൻസിപ്പിളാണ് ഗൈഡ് ലൈൻ ചെയ്യുന്നത്. ഇതിൽ കറക്റ്റായിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നവരുടെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അവരുടെ ആ കമ്പനിയിൽ എന്തൊക്കെ ഇൻഫോർമേഷൻസാണ് അവർക്ക് ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കുക, എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് അവർ ചെയ്യേണ്ടത്, ആരോടാണ് അവർ അക്കൗണ്ടബിൾ ആകുന്നത്, ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് എത്തിക്കലായിരിക്കണം, റെസ്പോൺസിബിൾ ആയിരിക്കണം. അതുപോലെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് അവർ വെരിഫൈ ചെയ്യുകയും ഐഡൻറ്റിഫൈ ചെയ്യുകയും സേഫ് ഗാർഡ് ചെയ്യുകയും വേണം. അതുപോലെ തന്നെ പീരിയോഡിക്കലായിട്ട് മെറ്റീരിയൽ ഫാക്ടേഴ്സ് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ക്ലോസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ അവരുടെ കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യുകയും ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റ് അവർ പ്രൊട്ടക്റ്റ് ചെയ്യുകയും എൻഹാൻസ് ചെയ്യുകയും അതുപോലെ തന്നെ റെസ്പെക്റ്റ് ചെയ്യുകയും വേണം. റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതിൽ ഇൻറ്റേർണൽ കൺട്രോൾ നടപ്പിലാക്കണം, റീസണബിൾ ആയിട്ടുള്ള റെമ്യൂണറേഷൻ കൊടുക്കണം എന്ന് പറയുന്ന 8 പ്രിൻസിപ്പിളാണ് ASIC പ്രകാരം അതുപോലെ തന്നെ ASX ആക്ട് പ്രകാരം ഇവിടെ നടപ്പിലാക്കുന്നത്. അപ്പോൾ ഏകദേശം 3 ലീഗൽ ഫ്രെയിംവർക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് UK, USA ആൻഡ് ഓസ്ട്രേലിയ. ഓക്കെ, അതിൽ ഏറ്റവും ഇഫക്റ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റാവുന്നത് ഓസ്ട്രേലിയയിലെ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊരു സെഷനായിരുന്നു. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കാനും വായിക്കാനും ശ്രമിക്കുക. ഇന്നത്തെ ഹോംവർക്ക്, അതായത് അസൈൻമെൻറ്റ് വർക്ക് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. പേജ് നമ്പർ 109 51ാമത്തെ ഒരു റെഫറൻസാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സ്റ്റേൺബർഗിൻ്റെ അലൈൻ 2004 എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് ഗവേണൻസ്. അത് മെയിനായിട്ട് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അക്കൗണ്ടബിലിറ്റി ഇൻ ദ മാർക്കറ്റ് പ്ലേസിലുള്ള അക്കൗണ്ടബിലിറ്റിനെ കുറിച്ചിട്ട് കോർപ്പറേറ്റ് ഗവേണൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ഇന്നത്തെ റെഫറൻസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു റിവ്യൂ എഴുതുകയും വേണം. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങളത് ക്ലാരിഫൈ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.